അതിന് ഇവിടെ നിന്ന് തുണി അലക്കുകയും കഴുകുകയും പെറുക്കുകയും ഒക്കെ ചെയ്യും. നമ്മൾ എന്തെങ്കിലും ചോദിക്കും, അതിന് മറുപടി പറയും. കുഞ്ഞുങ്ങളോടാണെങ്കിലും എന്നെ ചിരിച്ച മുഖത്തോടെ അതുങ്ങൾ പറയും. അതുങ്ങൾ മരിച്ചെന്നുള്ള ഒരു സംഭവം നമുക്ക് കേൾക്കുന്നത് തന്നെ ഭയങ്കര വിഷമമുള്ള കാര്യമായിരുന്നു. അതൊക്കെ നമുക്ക് ചങ്ക് പൊട്ടുന്നൊരു കാഴ്ചയാണ്. നിങ്ങൾ മരിച്ചെന്ന് പറഞ്ഞപ്പോൾ തുണി കിടന്ന് അവിടെ കിടന്ന് ആടുന്ന നമുക്ക് ഇതിലെ നോക്കിയാൽ കാണാം. നല്ല ഒന്നാന്തരം പിള്ളേര് നമ്മൾ എന്നെങ്കിലും ചോദിച്ച് ചിരിച്ച മുഖത്തോട് പറയുന്നത്. അതുങ്ങളുടെ ആ ചിരിയും ആ മുഖവും നമ്മുടെ മനസ്സിൽ നിന്ന് മായത്തില്ല. അതുപോലെ ഉപദ്രവിച്ച് വന്നോടത്ത് പിന്നെ തിരിച്ചു കൊണ്ടുപോകുന്നതിനോട് ഞങ്ങൾക്ക് ആർക്കും താല്പര്യം ഇല്ലായിരുന്നു. ഞങ്ങളെല്ലാം ഇവിടെ തന്നെ അടക്കുന്നതിനോടായിരുന്നു യോജിപ്പ്. നമസ്കാരം. ഷൈനിയും 2 കുഞ്ഞു മക്കളും മരണപ്പെട്ട ഒരാഴ്ച പിന്നിടുമ്പോഴും ഇപ്പോഴും അവരെ പറ്റിയുള്ള ഓർമ്മകളാണ് ഈ നാട്ടുകാർക്ക് പറയാനുള്ളത്. ഷൈനി മക്കളുമായി റെയിൽവേ ട്രാക്കിൽ ജീവൻ ഒടുക്കുന്നതിന് 4 ദിവസം മുൻപാണ് അവരുടെ വീടിന് സമീപത്ത് ഹൗസ് വാമിംഗ് നടന്നത്. സമീപവാസിയായ ഇസ്മയിലിന്റെയും സീനത്തിന്റെയും ഹൗസ് വാമിംഗ് ചടങ്ങിൽ ഈ ഷൈനിയും മക്കളുമായി പങ്കെടുത്തിരുന്നു. ഇപ്പോഴും ആ കുഞ്ഞുങ്ങളുടെ മുഖവും ഷൈനിയെ ഒന്നും മറക്കാൻ കഴിയില്ല എന്നാണ് വീട്ടുകാർ നമ്മളോട് പറയുന്നത്. ഷൈനിയൊക്കെ നിങ്ങൾക്ക് നല്ല പരിചയം ഉണ്ടായിരുന്നല്ലേ? ഷൈനി ഇവിടെ നിന്ന് തുണി അലക്കുകയും കഴുകുകയും പെറുക്കുകയും ഒക്കെ ചെയ്യും. നമ്മൾ എന്തെങ്കിലും ചോദിക്കും, അതിന് മറുപടി പറയും. കുഞ്ഞുങ്ങളോടാണെങ്കിലും എന്നെ ചിരിച്ച മുഖത്തോടെ അതുങ്ങൾ പറയും. അതുങ്ങൾ മരിച്ചെന്നുള്ള ഒരു സംഭവം നമുക്ക് കേൾക്കുന്നത് തന്നെ ഭയങ്കര വിഷമമുള്ള കാര്യമായിരുന്നു. അത് ഭയങ്കര സങ്കടമാണ് ഞങ്ങൾക്ക്. നിങ്ങളുടെ ഈ ഹൗസ് വാമിംഗ് ചടങ്ങിൽ വന്നിരുന്നു? ഇവിടെ വന്ന് പിള്ളേർക്ക് തന്നെ വെള്ളം എടുത്ത് കൊടുത്ത് അതും വെള്ളം കുടിച്ചു. ഞാൻ തിരക്കിലായിരുന്നു. അത് കഴിഞ്ഞ് പോയി പിള്ളേരും അവരെ അച്ഛനും അമ്മയും അതുങ്ങൾ പോയി ഭക്ഷണവും കഴിച്ച് സന്തോഷമായിട്ടൊക്കെ പോയതാ. ഇതുങ്ങളിങ്ങനെ മരിക്കുമോ എന്നുള്ളൊരു ഇതും ഇല്ലായിരുന്നു. മരിച്ചെന്നറിഞ്ഞത് ആത്മഹത്യ ചെയ്തെന്ന് ഇങ്ങനെ കേട്ടത് ഞങ്ങൾ ഞെട്ടലോട് കൂടി തന്നെയാണ് കേട്ടത്. ഭയങ്കര സങ്കടവും. ഇതൊക്കെ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഷൈനി നിങ്ങളോട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുമായിരുന്നു? അങ്ങനെ പ്രശ്നങ്ങളുള്ളതായിട്ട് ഞാൻ ഇവിടെ വീട് പണിയൊക്കെ ആയിട്ട് എൻ്റെ വീട്ടിലും ഇവിടെയൊക്കെ ആയിട്ടായിരുന്നു. അധികം നാളൊന്നും ഇവിടെ ഞാനില്ല. ഞാൻ താമസം കഴിഞ്ഞല്ലേ പിന്നെ സ്ഥിരമായിട്ട് ഇവിടെ നിൽക്കത്തുള്ളൂ. അപ്പം ഇങ്ങനെ പ്രശ്നങ്ങളാണ് ഇവിടെ വന്ന് നിൽപ്പുണ്ടായിരുന്നു എന്നങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാമായിരുന്നു. അല്ല പ്രത്യേകിച്ച് ഞാൻ ഇവിടെ ഇല്ലായിരുന്നത് കാരണം എനിക്ക് അത്രയും ഇതില്ല. എന്നാലും അത് 9 മാസമായിട്ട് ഇങ്ങനെ പ്രശ്നങ്ങളായിട്ട് അവിടുന്ന് ഇവിടെ അച്ഛനും അമ്മയും കൂട്ടിക്കൊണ്ട് വന്ന് ഇവിടെ നിൽക്കുമായിരുന്നു. അമ്മയും മക്കളും കൂടി. മക്കളെ ഇവിടെ ഹോളി ക്രോസ് സ്കൂളിലും ഒക്കെ ആക്കി. ഞങ്ങൾ ഇങ്ങനെ നിൽക്കും. കുഞ്ഞുങ്ങൾ വൈകുന്നേരം വിട്ട് ഇവിടെ നിന്ന് തുണി അലക്കും. ഞങ്ങൾ നോക്കി നിൽക്കും. കുണുങ്ങി ബക്കറ്റുമായിട്ട് കീറിപ്പോയി അവിടെ വിരിച്ച് പിന്നൊക്കെ കുത്തിയിടും. അതൊക്കെ നമുക്ക് ചങ്ക് പൊട്ടുന്നൊരു കാഴ്ചയാണ്. നിങ്ങൾ മരിച്ചെന്ന് പറഞ്ഞപ്പോൾ തുണി കിടന്ന് അവിടെ കിടന്ന് ആടുന്ന നമുക്ക് ഇതിലെ നോക്കിയാൽ കാണാം. അമ്മയൊക്കെ ഈ ഷൈനിയുടെ അമ്മയൊക്കെ സംസാരിക്കുമായിരുന്നു? അമ്മ എപ്പോഴും സംസാരിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ അങ്ങനെ അമ്മയും മക്കളും പിള്ളേര് അമ്മമാര് നമ്മളോട് പറയുന്ന അതുപോലൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അല്ല പ്രത്യേകിച്ച് അമ്മയും മക്കളും തമ്മിലൊരു അനക്കോ ഒന്നും ഞങ്ങൾ കേട്ടിട്ടോ എടുത്തിട്ടോ ഒന്നുമില്ല. കുട്ടികളും നല്ല ആക്റ്റീവായിട്ട് നിങ്ങൾ വർത്താനൊക്കെ പറയുന്നത്. നല്ല ഒന്നാന്തരം പിള്ളേര്. നമ്മൾ എന്നെങ്കിലും ചോദിച്ച് ചിരിച്ച മുഖത്തോട് പറയുന്നത്. അതുങ്ങളുടെ ആ ചിരിയും ആ മുഖവും നമ്മുടെ മനസ്സിൽ നിന്ന് മായത്തില്ല. പഠിക്കാനും ഒക്കെ നല്ല മിടുക്കര് പിള്ളേരായിരുന്നു. അതുങ്ങളുടെ ഓരോ സ്റ്റെപ്പിലും അറിയാം അതുങ്ങൾക്ക് എന്തേരം കലാകായിക പാഠ്യേതര ബോധമുള്ള കുഞ്ഞുങ്ങളാണ്. അതേപോലെ ഓരോ സ്റ്റെപ്പും അതുങ്ങളുടെ നടക്കുന്നതും കളിക്കുന്നതും ചിരിക്കുന്നതും ആ ചിരിയിലും ഒക്കെ ഉണ്ട്. പഠിക്കാനൊക്കെ നല്ല മിടുക്കര് പിള്ളേരായിരുന്നു. ഞങ്ങൾ കൊച്ചിനെ ട്യൂഷൻ പഠിപ്പിക്കുന്ന ടീച്ചറിന്റെ പിള്ളേരും ഒക്കെ ആ സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പം അതൊക്കെ പറയുക ഇളയ കൊച്ചൊക്കെ നല്ല ഒന്നാന്തരം പഠിക്കാനായിട്ട് അതിനേതാണ്ടൊക്കെ സ്കോളർഷിപ്പോ ഇതൊക്കെ ഉണ്ടെന്ന്. നല്ല പോലെ പഠിക്കുന്ന പിള്ളേര്. നമുക്ക് മറക്കാൻ പറ്റാത്തൊരു സങ്കടമായിപ്പോയി. വീട് പണിയായിരുന്നു. ഞാൻ വീട്ടിലായിരുന്നെന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഞാനിവിടെ വരുമായിരുന്നു. നമുക്ക് നമ്മുടേതായ തിരക്കും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് നമ്മൾ അധികം അങ്ങോട്ട് വർത്താനം പറയാനോ പിടിക്കാനോ അങ്ങനെ പോയിട്ടില്ല. അതുങ്ങളിങ്ങനെ വീട് പണി ഇടയ്ക്ക് കാണാൻ വരും. അമ്മയും മക്കളും കൂടി നടന്നു വരും. കണ്ട് അന്നേരം നമ്മൾ മിണ്ടും വർത്താനം പറഞ്ഞ് ചിരിച്ചങ്ങ് പോകും. എനിക്കും തിരക്കായിരുന്നു. അതുങ്ങൾ അങ്ങനെ കണ്ടു പോകും. അല്ലാതെ കൂടുതലായിട്ടൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ പിള്ളേര് നല്ല മിടുക്കര് പിള്ളേരായിരുന്നു. നമുക്ക് വൈകുന്നേരം പിള്ളേര് തുണി അലക്കി കൊണ്ടുപോയി മേളിൽ കൊണ്ട് വിരിക്കുന്നു. നമ്മൾ കാണുന്നു, എടുക്കുന്നു. അതുങ്ങൾ എന്തെങ്കിലും വെള്ളമൊക്കെ ആണെങ്കിലും ആ വഴിയിലൊക്കെ പൊടി പറക്കുമെന്നും പറഞ്ഞ് കൊണ്ടുവന്ന് ഒഴിക്കുന്നു. എല്ലാം ചെയ്യും. നല്ല കളിച്ച് ചിരിച്ച മുഖവും കാര്യമൊക്കെ ആയിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു മരണം നമ്മൾ ഉറക്കത്തിൽ പോലും ആരും പ്രതീക്ഷിച്ചിട്ടില്ല. കേട്ടത് നമുക്ക് ഭയങ്കര സങ്കടവും ഞെട്ടലുമായിരുന്നു. അത് കാണുന്നതും നമുക്ക് സങ്കടം. ഇളയ കൊച്ച് വലിച്ചുകൊണ്ട് പോകുന്ന രീതിയിലുള്ളതാണ് നമ്മൾ കണ്ടത്. അതൊക്കെ കാണുമ്പോൾ നമ്മൾക്കും ചങ്ക് പൊടിയോ. നമുക്കും മക്കളൊക്കെ ഉള്ളതല്ലേ. ഇങ്ങനെ ഒരു പെണ്ണുങ്ങൾക്കും ഒരു മക്കൾക്കും അങ്ങനെ ഭാവിയിൽ ആ കുഞ്ഞുങ്ങൾ ആരാകേണ്ടതാന്നൊക്കെ ദൈവത്തിനല്ലേ അറിയത്തുള്ളൂ. അതുപോലെ ഒരു മക്കൾക്കും പെണ്ണുങ്ങൾക്കും അങ്ങനെ സംഭവിക്കരുത്.
അങ്ങനെ ദുരിതങ്ങൾ അനുഭവിക്കുന്ന സ്ത്രീകൾ അത് പുറം ലോകം അറിയിക്കണം. പുറം ലോകം അറിയിച്ച് പുറത്ത് ആൾക്കാർ അറിഞ്ഞെങ്കിലല്ലേ ഉള്ളൂ എന്തെങ്കിലും പരിഹാരം അറിയാൻ പറ്റത്തുള്ളൂ. ഇനി അങ്ങനെ ഒരു സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും അങ്ങനത്തെ ഒരു അവസ്ഥ വരാതിരിക്കണം. അതിന് എല്ലാവരും ശ്രമിക്കണം. ഇന്നത്തെ കാലത്ത് പല പല ആൾക്കാരും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അവരൊക്കെ അറിയുവാണെങ്കിൽ അതിനൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു പരിഹാരം കാണത്തില്ലേ. അതുകൊണ്ട് പുറം ലോകം അറിയിച്ചേ ഓർത്ത് എല്ലാവരും അറിയുവാണെങ്കിൽ ഒരു പരിധി വരെയൊക്കെ നമുക്ക് ഈ ആത്മഹത്യ തടയാൻ പറ്റും. ഈ ഷൈനി നിങ്ങളോട് സംസാരിക്കുന്ന നമ്മൾ ആളായിരുന്നു. എന്തെങ്കിലും ചോദിച്ചെന്നാൽ അതിന് മറുപടി പറയും. അല്ല നമ്മളോട് ഇടിച്ചു കയറി വന്ന് സംസാരിക്കുകയോ എടുക്കുകയോ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. നമ്മളിപ്പം ആരാണേലും ഇപ്പൊ പരിചയക്കാർ നമ്മൾ കാണുമ്പോൾ ഒന്ന് ചിരിച്ചു കാണിക്കുക, എന്നാ എടുക്കുക, ഇന്നത് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയും. അല്ലാതെ നമ്മൾ ആരും അങ്ങോട്ടും പോയിരുന്നൊന്നും ചോദിക്കുന്നില്ല. അതിങ്ങോട്ടും വന്ന് നമ്മളോടും ഒന്നും പറയത്തില്ല. ഈ ജോലിയുടെ കാര്യങ്ങളൊക്കെ ഷൈനിയുടെ വീട്ടുകാരൊക്കെ പറയുമായിരുന്നു. ഷൈനിയുടെ അമ്മയോട് ഞാൻ ചോദിക്കുമായിരുന്നു. അപ്പൊ അമ്മ പറയും ഇന്ന പോലെ ഞങ്ങള് കാരിത്താസിൽ പോയി അവിടെ പോയി ഇവിടെ പോയി തിരക്കുന്നൊക്കെ ഉണ്ട്, ജോലി കിട്ടുന്നില്ല, ഇനി പുറത്തേക്ക് പോകാൻ പഠിക്കുവാണെന്നൊക്കെ പറഞ്ഞായിരുന്നു. വേറെ എന്തെങ്കിലും ജോലിയൊക്കെ നിങ്ങൾക്ക് ഏർപ്പാട് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുമോ? അങ്ങനെയൊക്കെ നമ്മൾ ഇത് പുറത്തേക്ക് പോകാൻ ശ്രമിക്കുവാന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഓർക്കുന്ന ഇന്നല്ല നാളെ അത് ഗൾഫിൽ പോകാനായിട്ട് പഠിക്കുവാണല്ലോ. പിന്നെ ഇവിടെ എവിടെയെങ്കിലും വല്ല കടകളിലാണെങ്കിലും കയറുമോ ഇല്ലയോ എന്ന് നമ്മൾ ചോദിച്ചുമില്ല. ചോദിക്കാനുള്ള അവസരം ഞാൻ പറഞ്ഞില്ല, 23-ാം തീയതി ഞങ്ങൾ വന്ന് 28-ാം തീയതി സംഭവിക്കുന്നത്. അന്നേരം അതിനുള്ള ഒരു അവസരം നമുക്ക് ഇരുന്ന് ചോദിക്കാനോ പറയാനോ സമയവും കിട്ടിയിട്ടില്ല. ദാരുണമായ ഒരു സംഭവം തന്നെയാണ്. 9 മാസം അതിന് മുമ്പ് 3-4 മാസം പൊക്കത്ത് ആ വൃദ്ധസദനത്തിൽ ജോലി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോ ഞങ്ങളുടെ വരവണിയൊക്കെ ആയി ഞങ്ങൾ അങ്ങോട്ടും പോയി. അതിനെ അങ്ങനെ കൂട്ടിമുട്ടി അങ്ങനെ സമയം കിട്ടി, ഞങ്ങൾക്ക് സംസാരിക്കാനോ ചോദിക്കാനോ സമയം കിട്ടിയിട്ടില്ല. അന്നേരം പിന്നെ ഞങ്ങളുടെ കേർത്താമസം കഴിഞ്ഞ് ഞങ്ങളുടെ തിരക്ക് കുറയുന്നതിന് മുമ്പ് തന്നെ അതുങ്ങൾ മരിക്കുകയും ചെയ്തു. ഈ മകന്റെ കാര്യം പറയാറുണ്ടായിരുന്നോ? ഈ മകൻ ഇവിടെ കൂടെ ഇല്ല എന്നുള്ള മകന്റെ കാര്യത്തിൽ അതിനിങ്ങനെ വിഷമം ഉണ്ടായിരുന്നു. മകനെ ഇങ്ങനെ ബോർഡിങ്ങിലാക്കിയിരിക്കുക, അച്ഛന്റെ വീട്ടുകാരുമായിട്ട് അടുപ്പമാണ് എന്ന് അതിന്റെ അമ്മ പറഞ്ഞായിരുന്നു ഇടയ്ക്കൊന്നും. അതിന് വിഷമമായിരുന്നു. എന്നാന്ന് വെച്ചാൽ 2 പെണ്ണും കുഞ്ഞുങ്ങൾക്ക് ഒരു ആശ്രയമായിട്ടുള്ള ഒരു മകനല്ലേ, അതിന് വിഷമം ഉണ്ടായിരുന്നു. ശരിക്കും ഈ ഭർത്താവ് വീട്ടിലേക്ക് തന്നെ മൃതദേഹങ്ങൾ കൊണ്ടുപോകുമായിരുന്നു. അപ്പൊ നാട്ടുകാരൊക്കെ അവര് പ്രതീക്ഷിച്ചു. ആർക്കും ഇഷ്ടമില്ലായിരുന്നു. എന്നാന്ന് വെച്ചാൽ അതുപോലെ ദ്രോഹിച്ച് അത് സഹിക്കാൻ മേലാതെ വന്ന് 2:30 മണി രാത്രിക്കൊക്കെ അതിനെ കൂട്ടിക്കൊണ്ട് വന്നതാന്ന് പറഞ്ഞു. അതുപോലെ ഉപദ്രവിച്ച് വന്നോടത്ത് പിന്നെ തിരിച്ചു കൊണ്ടുപോകുന്നതിനോട് ഞങ്ങൾക്ക് ആർക്കും താല്പര്യം ഇല്ലായിരുന്നു. ഞങ്ങളെല്ലാം ഇവിടെ തന്നെ അടക്കുന്നതിനോടായിരുന്നു യോജിപ്പ്. പിന്നെ അങ്ങനെ അവരുടെ സഭയിൽ നിന്ന് ഇങ്ങോട്ട് നോട്ടീസ് കിട്ടത്തില്ല, ബന്ധം ഉപേക്ഷിച്ചിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ നമുക്ക് ആർക്കും ഒന്നും അവിടെ പറയാൻ പറ്റത്തില്ല. അങ്ങനെ പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് കൊണ്ടുപോയാക്കിയത്. സഹോദരങ്ങളൊക്കെ പെട്ടെന്ന് പോയി അല്ലേ? അത് സഹോദരങ്ങളൊക്കെ പുറത്തുനിന്നൊക്കെ വരുന്നവര് ഭാര്യനെയും മക്കളെയൊക്കെ അവിടെ ഇട്ടിട്ടൊക്കെ അല്ലേ വന്ന്. അവരൊക്കെ അന്ന് പിറ്റേ ദിവസം അതിന്റെ പിറ്റേ ദിവസം ഒക്കെ ആയിട്ടൊക്കെ അവരൊക്കെ പോയി. അവരെ മേലാത്ത അമ്മയും പ്രായമായ അച്ഛനുമല്ലേ. ഈ അച്ഛൻ എങ്ങനെ ഉണ്ട് നിങ്ങളോടൊക്കെ നാട്ടുകാരുടെ? നമ്മളോട് ആരോടും ഒരു കുഴപ്പവും ഇല്ല. ബയോഗ്യാസ് പ്ലാന്റിന്റെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ തന്നെ അദ്ദേഹം നിങ്ങളെല്ലാം അദ്ദേഹത്തിനൊപ്പം നിന്നിരുന്നു, പരാതി കൊടുക്കുന്നു. പരാതി കൊടുക്കാൻ എല്ലാവരോടും ഒപ്പിടാൻ പറഞ്ഞു. ഞങ്ങളെല്ലാരും ഇവിടെ എല്ലാവരും ഒപ്പിട്ടു, ഞങ്ങളും ഒപ്പിട്ടു. പൊതുവെ ചില ഇതിലൊക്കെ പ്രശ്നങ്ങളൊക്കെ ഇടപെടുന്ന ആളാണ്. മണം ഉണ്ടായിരുന്നു, അതുകൊണ്ട് എല്ലാരും ഒപ്പിടാൻ പറഞ്ഞ് ഞങ്ങളും ഒപ്പിട്ട് അതുകൊണ്ട് കൊടുക്കുകയും ചെയ്തു. ഏതായാലും ഇപ്പോഴും ഈ ഷൈനിയെയും ആ 2 കുഞ്ഞുങ്ങളുടെ മുഖവും മറക്കാൻ പോലും കഴിയില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ കുറച്ചു കാലമാണ് അവരിവിടെ വന്ന് താമസിച്ചതെങ്കിൽ പോലും ഈ കുട്ടികൾ എന്നും കാണും. രാവിലെ പതിവായി പള്ളിയിൽ പോകുന്നു, അത് കാണുമായിരുന്നു. അതുപോലെ തന്നെ നടക്കാനൊക്കെ ആയി വരുന്നു. എന്തെങ്കിലും ചോദിച്ചാൽ മറുപടി പറയുന്ന, ചിരിച്ച് കൊണ്ട് മറുപടി പറയുന്ന ആ കുഞ്ഞുങ്ങളുടെ മുഖം ഇപ്പോഴും മറക്കാൻ കഴിയില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, കോട്ടയം.